യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാഞ്ഞത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കാരണമായെന്ന് തുറന്നു പറഞ്ഞ മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി മൻമോഹൻ സിംഗ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി മൗനം പാലിക്കണമെന്നും തിരിച്ചടിക്കുന്നത് ബുദ്ധിയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചതായും പി ചിദംബരം പറഞ്ഞു. അതേസമയം കുറ്റസമ്മതം ഏറെ വൈകിപ്പോയെന്ന് BJPയും വിമർശിച്ചു. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, 2008 മുംബൈയിൽ നടന്നത് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഭീകരാക്രമണമായിരുന്നു. ഏതാനും ദിവസങ്ങൾ നമ്മളെ മുൾമുനയിൽ നിർത്തി. ഏതാണ്ട് 200-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായൊരു തിരിച്ചടി ഈ രാഷ്ട്രം ആഗ്രഹിച്ചതാണ്. കാരണം പാക് ഭീകരവാദികളോട് സന്ധിയില്ലാത്ത നടപടി അപ്പോഴെങ്കിലും UPA സർക്കാർ കൈക്കൊള്ളുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ പി ചിദംബരം തന്നെ തുറന്നു പറയുന്നു, അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്ന് ഭീകരവാദികളോട് സന്ധി ചെയ്തതെന്ന്. ഏറെ വൈകിപ്പോയെങ്കിലും അന്നത്തെ UPA സർക്കാരിന്റെ ബലഹീനത തുറന്നു കാട്ടുന്നതാണ് പി ചിദംബരത്തിന്റെ വാക്കുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ മുംബൈ ഭീകരാക്രമണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ആത്മാഭിമാനത്തിനുമേറ്റ വലിയ മുറിവായിരുന്നു. മുംബൈയിൽ വലിയ രീതിയിൽ ഭീകരവാദികൾ അഴിഞ്ഞാടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരും പൗരന്മാരും ഉൾപ്പെടെ 200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള അതിദാരുണമായിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ള ഭീകരാക്രമണം, അതിന് സ്വാഭാവികമായൊരു തിരിച്ചടി അന്ന് രാജ്യം ആഗ്രഹിച്ചിരുന്നു. ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ എല്ലാം പരാമർശങ്ങൾ നേരത്തെ നമുക്ക് മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ തിരിച്ചടിക്കാൻ സൈന്യം സജ്ജമായിരുന്നു. എന്നാൽ മൻമോഹൻ സിംഗ് സർക്കാർ അതിനാവശ്യമായിട്ടുള്ള അനുമതി നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭരണതലത്തിൽ അത്തരത്തിലെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന തുറന്നു പറച്ചിലുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിരിച്ചടി നൽകാതിരിക്കാനുള്ള കാരണം അമേരിക്കയുടെ തുറന്നു പറച്ചിലാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദം കാരണമാണ് മുംബൈ ഭീകരാക്രമണത്തിന് ഭാരതം മറുപടി നൽകാതിരുന്നത്. അന്നത്തെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലിസ റൈസ് ഭാരതത്തിലെത്തി പ്രധാനമന്ത്രിയെയും തന്നെയും കണ്ടു. അതിൽ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായി. കൂടാതെ ഭാരതത്തിന്റെ തന്നെ വിദേശകാര്യ മന്ത്രാലയം, അന്ന് പ്രണബ് മുഖർജിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രി, അന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് നിലവിൽ അത്തരത്തിൽ തിരിച്ചടിക്കാൻ ഒരു തീരുമാനമെടുത്താൽ അത് ബുദ്ധിയല്ല, നിലവിൽ മൗനം പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ്, അഭിപ്രായമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് നേരത്തെ നമുക്കറിയാം, അതിർത്തി പ്രദേശങ്ങൾ അത് തരിശുഭൂമിയാണ്. അവിടെ എന്തിനാണ് വികസനം നടത്തി അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അയൽ രാജ്യത്തെ പ്രകോപിപ്പിക്കുന്നത് എന്ന് ചോദിച്ച പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്ന മന്ത്രിസഭയാണ് വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലാണ് മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുവാൻ കേന്ദ്ര സർക്കാർ അന്ന് തയ്യാറാകാതിരുന്നത് അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് മറ്റാരുമല്ല, UPA സർക്കാരിന്റെ കാലത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന പി ചിദംബരത്തെ പോലെ, അന്ന് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ ധനകാര്യവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത പി ചിദംബരത്തെ പോലൊരു നേതാവ് പറയുന്നു മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി വേണ്ട എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുവാനുള്ള അടിസ്ഥാനപരമായ കാരണം അമേരിക്കയുടെ സമ്മർദ്ദമായിരുന്നു എന്നതാണ്. നമുക്കറിയാം, അന്ന് തന്നെ വ്യോമസേനയും കരസേനയും ശക്തമായ തിരിച്ചടിക്ക് സജ്ജമായതാണ്. ആ സമയത്തെ വ്യോമസേനയുടെ മേധാവി തന്നെ പിന്നീട് ഒരു പുസ്തകം എഴുതുന്ന ഘട്ടത്തിൽ പറഞ്ഞത് സൈന്യം പൂർണ്ണ സജ്ജമായിരുന്നു, പക്ഷേ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു തിരിച്ചടിക്ക് വേണ്ട നിർദ്ദേശം ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പി ചിദംബരം തന്നെ ഇക്കാര്യം പറയുകയാണ്. ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ഡൽഹിയിൽ നിന്ന് തുടരുകയാണ്. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ചിദംബരത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കാരണം അന്നത്തെ വ്യോമസേനയുടെ മേധാവി പിന്നീട് ഒരു പുസ്തകം എഴുതുന്ന ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് സൈന്യം പൂർണ്ണ സജ്ജമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് മുകളിലേക്ക് ഒരു കടന്നുകയറ്റം ഭീകരശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ കറാച്ചി പോലെയുള്ള അവരുടെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ശക്തമായ തിരിച്ചടി നൽകുവാൻ ഈ രാഷ്ട്രത്തിൻ്റെ സേനാ സംവിധാനങ്ങൾ സജ്ജമായി നിന്നു. പക്ഷേ ന്യൂഡൽഹിയിൽ നിന്ന് അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത്തരമൊരു നിർദ്ദേശം വന്നില്ല. അതുകൊണ്ടാണ് സൈന്യത്തിന് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നത് എന്ന് അന്നത്തെ വ്യോമസേനയുടെ മേധാവി ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതേ കാര്യമാണ് പി ചിദംബരം പറയുന്നത്. കുറ്റസമ്മതം നടത്തുകയാണ്.
യെസ്, ജിഷ്ണുവുമായി ബന്ധപ്പെടുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായൊരു വെളിപ്പെടുത്തൽ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന UPA സർക്കാരിൻ്റെ കാലത്ത് തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന സോണിയാഗാന്ധിയുടെ വലങ്കയ്യായി പ്രവർത്തിച്ചിരുന്ന P ചിദംബരം നടത്തുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അന്ന് തിരിച്ചടി വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് അന്നത്തെ കേന്ദ്ര സർക്കാർ UPA സർക്കാർ പോയത്. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ 2008 മുംബൈ ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കാരണം 1ഉം 2ഉം UPA സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഓലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെ ഭീകരവാദികൾ ബോംബ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. പക്ഷേ മുംബൈ ഭീകരാക്രമണം എന്നത് അത് ഏതാണ്ട് 3-4 ദിവസം രാജ്യത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മുകളിലേക്കുള്ളൊരു വലിയ കടന്നുകയറ്റമായിരുന്നു ഭീകരശക്തികൾ നടത്തിയത്. അപ്പോൾ അതിനു പോലും എന്തുകൊണ്ട് UPA സർക്കാർ തിരിച്ചടി നൽകിയില്ല എന്ന ചോദ്യം അന്ന് വളരെ പ്രസക്തമായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ അന്നത്തെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന UPA സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം പോകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ചിദംബരം പറഞ്ഞിരിക്കുന്നത്. കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തി ഇല്ല എങ്കിൽ പോലും അന്നത്തെ ഭരണകൂടം നമ്മുടെ രാജ്യത്തെ നയിച്ചിരുന്നവർ എത്രത്തോളം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് വിധേയത്വപ്പെട്ടാണ് ഈ ഭരണകൂടം മുൻപോട്ട് പോയിരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നതാണ് P ചിദംബരത്തിന്റെ വാക്കുകൾ. മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ നമ്മുടെ സൈന്യം, സായുധ സേന സജ്ജമായിരുന്നു എന്നുള്ളത് നേരത്തെ വ്യോമസേനാ മേധാവിയുടെ, അന്നത്തെ വ്യോമസേനാ മേധാവിയാണെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെയും പരസ്യമായി വെളിപ്പെടുത്തുകയും പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങളിലൂടെയും അന്ന് സൈന്യം സജ്ജമായിരുന്നു. പക്ഷേ നമ്മുടെ ഭരണ നേതൃത്വം അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്ന് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത് എന്നതിന്റെ ഉത്തരമാണ് P ചിദംബരം ഈ അഭിമുഖത്തിലൂടെ നൽകിയിട്ടുള്ളത്. അതായത് അമേരിക്കയുടെ സമ്മർദ്ദം, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കയാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടും അമേരിക്കയുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് അന്നത്തെ കാലഘട്ടത്തിൽ പാകിസ്ഥാനുമെല്ലാം അമേരിക്കയെ അത്രത്തോളം ഭയന്നിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അത്തരത്തിലൊരു തുറന്നു പറച്ചിലാണ് P ചിദംബരം നടത്തിയിട്ടുള്ളത്. അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസ് ഭാരതത്തിലെത്തി പ്രധാനമന്ത്രിയുമായും ഒപ്പം P ചിദംബരവുമായും കൂടിക്കാഴ്ച നടത്തി ആ വിഷയത്തിൽ മുംബൈ ഭീകരാക്രമണത്തിൽ യാതൊരു തരത്തിലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നൽകി. ആത്മാഭിമാനത്തിനും അഖണ്ഡതയ്ക്കും നേരെ ഉണ്ടായിരുന്ന ഭീകരാക്രമണമായിരുന്നു അത്. കടൽ കടന്നെത്തിയിട്ടുള്ള, കറാച്ചിയിൽ നിന്നെത്തിയിട്ടുള്ള ഭീകരവാദികൾ ഭാരതത്തിന്റെ മണ്ണിൽ രാജ്യത്തെ ഓരോ പൗരനും അല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത, പൊറുക്കാനാകാത്ത മുറിവുണ്ടാക്കിയപ്പോൾ അതിന് തിരിച്ചടി നൽകാൻ രാജ്യം മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മനസ്സ് ഒന്നിച്ചു നിന്നിരുന്നു. പക്ഷെ അതിന് തയ്യാറാകാതിരുന്നത് രാജ്യത്തിന്റെ ഭരണ നേതൃത്വമായിരുന്നു, മൻമോഹൻ സിംഗ് സർക്കാർ ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു സർക്കാർ അതിന് തയ്യാറാകാതിരുന്നത് എന്നതിന്റെ ഉത്തരമാണ് P ചിദംബരം അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അമേരിക്കയുടെ സമ്മർദ്ദം, വളരെ കൃത്യമായി അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായി, ആ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാക്കരുത് എന്നുള്ളത്. കൂടാതെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിക്കുന്നത് ബുദ്ധിയല്ലെന്നും മൗനം പാലിക്കണമെന്നുമുള്ള നാണം കെട്ട നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ P ചിദംബരം വ്യക്തമാക്കിയിട്ടുള്ളത്. പഹൽഗാമിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ട് 26ലധികം പൗരന്മാരെ വധിച്ചുകൊണ്ട് ഭീകരവാദികൾ വെടിയുതിർത്തപ്പോൾ അതിന് ഭാരതം ഇന്ന് മറുപടി നൽകിയിട്ടുള്ളത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും ഒപ്പം മുന്നോട്ട് വന്നപ്പോൾ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളും തകർത്തുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ഇന്നത്തെ ഭാരതം, പുതിയ ഭാരതം നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലായിരുന്നു എന്തുകൊണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ, കാരണം നേരത്തെ ഗൗതം തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ UPA സർക്കാർ 1ഉം 2ഉം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡൽഹിയിലും മുംബൈയിലും ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരാക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ ഉണ്ടായി. പക്ഷേ മുംബൈ ഭീകരാക്രമണം എന്നുള്ളത് മൂന്ന് ദിവസങ്ങളോളം രാജ്യത്തെ മുൾമുനയിൽ നിർത്തുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരും പൗരന്മാരും ഉൾപ്പെടെ 200ലധികം പേരുടെ ജീവൻ നഷ്ടമായി.